ഹായ്, നമസ്കാരം. ഷെരീഫ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ്സിലെ പൊസിഷനിങ്. ഒരു ബിസിനസ് വിജയിക്കുമ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുതൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് കണ്ടെത്തുന്നത് മുതൽ ബിസിനസ് കസ്റ്റമറിലെത്തി കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുന്നത് വരെയുള്ള ഒരുപാട് ഘടകങ്ങളെ നമ്മൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് പല സ്ഥലങ്ങളിലും സ്റ്റെക്കായി നിൽക്കുന്നതും പ്രതിസന്ധികളിലേക്ക് പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. കാരണം ബിസിനസ് വിജയിക്കുന്നത് ഒരു ഭാഗ്യം കൊണ്ട് മാത്രമൊന്നുമല്ല. ബിസിനസ് വിജയിക്കുന്നത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിച്ച് പരിപാലിച്ച് മുമ്പോട്ട് പോകുന്നത്, അതിൽ നിന്നാണ് ബിസിനസ്സിൻ്റെ വിജയം ഉണ്ടാവുന്നത്. അപ്പോൾ അതേപോലെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് പൊസിഷനിങ് എന്നുള്ളത്. ബിസിനസ്സിൻ്റെ പൊസിഷനിങ്. അത് നമ്മളൊരു വ്യക്തിയാണെങ്കിലും വ്യക്തിക്ക് ഒരു പൊസിഷനിങ് ഉണ്ടാവും, അല്ലേ? നിങ്ങളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സമൂഹത്തിൽ ഒരു പൊസിഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡാണ് അവിടെ പൊസിഷനിങ്ങിലേക്ക് എത്തുന്നത്. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതേപോലെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്ന പേഴ്സണലായിട്ടുള്ള കണക്ഷനുള്ള വ്യക്തികൾ, ഇതൊക്കെ നിങ്ങളുടെ പൊസിഷനിങ്ങിൻ്റെ ഭാഗമാണ്, പേഴ്സണൽ പൊസിഷനിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെയും ഒരു പൊസിഷനിങ്ങിൽ എത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പൊസിഷനിങ്ങിലൂടെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. എല്ലാവരും പറയും ഒരു ബിസിനസ് ആരംഭിക്കുമ്പം, എല്ലാവരും എന്നല്ല, ഭൂരിഭാഗം ബിസിനസ്സുകാരും ബിസിനസ്സിലേക്ക് വരുമ്പം പറയാറുള്ളത്, എൻ്റെ ബിസിനസ്സിൽ ഞാൻ എല്ലാത്തരം കസ്റ്റമറെയും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുക. അവിടെ തന്നെ ബിസിനസ്സിൻ്റെ ഒരു പരാജയത്തിൻ്റെ ആദ്യ പടി നിങ്ങൾ ചവിട്ടുകയാണ്. അങ്ങനെ എല്ലാവർക്കും വിൽപ്പന നടത്താൻ കഴിയുന്ന, എല്ലാ കസ്റ്റമറെയും സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ബിസിനസ് ഇന്ന് ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഉത്തരം പറയാൻ കഴിയുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യുന്നത്. ബിസിനസ് എങ്ങനെയാണ് ഒരു കസ്റ്റമറിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്, ഏത് ടാർഗറ്റഡ് കസ്റ്റമറെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ മിഡിൽ ലോവർ ക്ലാസ് കസ്റ്റമേഴ്സിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളുടെ ഉൽപ്പന്നങ്ങളെ നമ്മൾ വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, പൊസിഷൻ ചെയ്യുന്നത് വിലയെ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കസ്റ്റമറിലേക്കായിരിക്കും നമ്മൾ പൊസിഷൻ ചെയ്യുക. അതേസമയം ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ അപ്പർ ക്ലാസ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ വിലയും അതേപോലെ തന്നെ ക്വാളിറ്റിയും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ നിശ്ചയിക്കപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു പൊസിഷനിങ് ആണ് പ്രീമിയം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രീമിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ വില ഒരു പ്രശ്നമല്ല. വിലയെ കസ്റ്റമർ മെയിൻലി വിലയെ അല്ല അടിസ്ഥാനമാക്കിയിട്ട് വാങ്ങലുകൾ നടത്തുന്നത്. അവിടെ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ ആ ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത് ക്വാളിറ്റിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് കസ്റ്റമർ ആ ബിസിനസ്സിനെ നോക്കിക്കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പൊസിഷനിങ് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് വിജയകരമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു ഉൽപ്പന്നം നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ വില നിശ്ചയിക്കുന്ന സമയത്ത് 3 ഘടകങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നിശ്ചയിച്ചിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മുടെ കസ്റ്റമർ ഏത് ക്ലാസ്സിൽ പെടുന്ന കസ്റ്റമറാണ്. മിഡിൽ ലോവർ ക്ലാസ് കസ്റ്റമേഴ്സ് ആണോ, മിഡിൽ അപ്പർ ക്ലാസ് കസ്റ്റമേഴ്സ് ആണോ, അതല്ലെങ്കിൽ പ്രീമിയം ക്ലാസ് കസ്റ്റമേഴ്സ് ആണോ നമ്മുടെ കസ്റ്റമേഴ്സ്. ഈ പറയുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വിൽക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബിസിനസ്സിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊസിഷനിങ്ങൾ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പൊസിഷനിങ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമർ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. വളർന്നു വരുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി ബിസ് ബ്രാൻഡിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ബിസ് ബ്രാൻഡ് കമ്മ്യൂണിറ്റി നിലവിൽ നിലനിൽക്കുന്നതാണ്. അതിലേക്ക് ഞങ്ങൾ 2025 1,00,000 ബിസിനസ്സുകാരെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കുക, അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും
ലൈവായും റെക്കോർഡഡ് ആയിട്ടുള്ള ഇതേപോലുള്ള സെഷനുകൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള പ്ലാനിലൂടെ ബിസ്ബ്രാൻഡ് കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ മെമ്പേഴ്സിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് യാതൊരു മുതൽ മുടക്കുമില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ബിസ്ബ്രാൻഡ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ബിസിനസ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.